ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈശോ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ മുൻപേ നടന്ന് നമ്മളെ നയിച്ച് നമ്മുടെ മുമ്പിൽ വഴി തെളിച്ച് തരുന്നതിന് വേണ്ടി നമുക്ക് ബോധ്യം നൽകുന്ന ഒരു 3 വചനങ്ങളാണ് നമ്മളിന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകുന്നത്. അച്ഛൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ 3 വചനങ്ങളും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുപിടിക്കണം, അടയാളപ്പെടുത്തി ഇടണം. നോട്ട് ബുക്കിലേക്ക് വചനങ്ങളൊക്കെ കുറിച്ചിടുന്ന ആളുകളുണ്ട്, അവർ ആ വചനം നോട്ട് ചെയ്യണം, എഴുതി വെക്കണം കേട്ടോ. വളരെ പവർഫുൾ ആയ 3 വചനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫൊക്കെ വളരെ അൺസർട്ടൺ ആയിട്ട്, വലിയ ഉറപ്പൊന്നും ഇല്ലാതെ, മുമ്പിൽ എന്താണെന്ന് അറിയാതെ, ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉള്ള ലൈഫ് ഉണ്ടാവും. നാളെ എന്താകും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇന്നിപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കാം. കർത്താവെ, ഞാനിനി എന്നാ ചെയ്യും? എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാളില്ല, എൻ്റെ മുമ്പിൽ വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഇല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരാനോ ഒരാൾ പോലും ഇല്ലെന്നൊക്കെ ഓർത്തുള്ള ചില സങ്കടങ്ങളിലൂടെ ഇന്ന് കടന്നു പോയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3 വചനമാണ്. ഇത് പരമാവധി ഇത് പെട്ടെന്ന് ഇന്ന് രാത്രി തന്നെ 3 വചനങ്ങളും ഇപ്പം ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞ ഉടനെ ബൈബിൾ എടുത്ത് വായിച്ച് അടയാളപ്പെടുത്തി ഇടണം. ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങണം. നാളെ നിങ്ങളൊരു പുതിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ 3 വചനങ്ങൾ, നാളത്തെ ഒരു പുത്തൻ ദിവസം, ഈ 3 വചനം വായിച്ചു കൊണ്ട് തന്നെ നാളത്തെ ദിവസത്തെ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി ആരംഭിക്കണം. ആദ്യം നമ്മൾ വായിക്കാൻ പോകുന്നൊരു വചനം നന്നായിട്ട് അറിയാവുന്ന വചനങ്ങളാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൽ 21-ാമത്തെ വാക്യം, എക്സോഡസ് 13:21. നമ്മുടെ മുമ്പിൽ ഇതാ വഴി നടത്താൻ നമുക്കൊരു കർത്താവ് ഉണ്ടെന്ന് ബോധ്യം തരുന്ന വചനമാണ്. കേട്ടെ, 13:21 പുറപ്പാട്. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാൻ ആവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. ആ വചനത്തിന്റെ അവസാനത്തെ ഭാഗം ഒന്ന് ശരിക്കും അടയാളപ്പെടുത്തിയിരുന്നേ. കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. ഇതാണ് നമുക്ക് ഈശോയുടെ മക്കൾക്ക്, ദൈവവിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ ബോധ്യം. എനിക്ക് വഴി തെറ്റാതിരിക്കാൻ, കൃത്യമായ വഴി കൂടെ ഞാൻ നടക്കാൻ, എൻ്റെ ലൈഫ് അത്ര സേർട്ടൺ ഉറപ്പുള്ളതല്ലെങ്കിലും ചിലപ്പോൾ വഴിതെറ്റി ഞാൻ പോയാലും ഇതാ എന്നെ നേർവഴിക്ക് നടത്താൻ, എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കാൻ വേണ്ടി രാവും പകലും എനിക്ക് കാവലായി മാത്രമല്ല, ഒരു വിളക്കായി, വെളിച്ചമായി, പ്രകാശമായി എൻ്റെ മുമ്പേ കർത്താവ് നടക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ, കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. സോ ഇന്ന് രാത്രി നമ്മളിന്ന് കടന്നുറങ്ങും, നാളെ എഴുന്നേക്കും, നാളെ നമുക്ക് കോളേജിൽ പോകണം, പഠിക്കാൻ പോകണം, നമുക്ക് ജോലിക്ക് പോകണം, മിനിസ്ട്രിക്ക് പോകണം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ഈശോയുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാവേണ്ട ബോധ്യം ഇതാണ്, ദാ എനിക്ക് മുമ്പേ എൻ്റെ ഈശോ പോകുന്നുണ്ട്. ഈ ആളെ കാണാൻ, ഈ ഓഫീസിലേക്ക് പോകാൻ, ഈ സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് മുമ്പേ വഴി തെളിച്ച് എൻ്റെ കർത്താവുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വഴി തെറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് പേടിയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ, പുതിയൊരു ഗ്രൂപ്പിനെ പോയിട്ട് കാണാനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര വൈക്ലബ്യം എന്നൊക്കെയാണോ അവർ പറയുന്നത്, ഒരു വിഷമമൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുമായിരിക്കും, ഒരു പേടി തോന്നുമായിരിക്കും. ഉറപ്പിതാണ്, എൻ്റെ ഉള്ളിൽ മാത്രമല്ല, എൻ്റെ മുമ്പേ നടക്കുന്ന ഈശോ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. ആ ബോധ്യത്തോടു കൂടി വേണം രണ്ടാമതൊരു വചനം നമുക്ക് വായിക്കാൻ. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം. പുറപ്പാടിന്ന് 2 പുസ്തകങ്ങളൊക്കെ മറിച്ച് കിട്ടും. 31-ാം അധ്യായത്തിൽ 10ഉം 11ഉം വാക്യങ്ങളാണ്. 10ഉം 11ഉം 12ന്റെ ആദ്യമുണ്ട്. വചനം ഒന്ന് ഒരുമിച്ച് വായിക്കാം. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. വായിച്ചേ. അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിൽ ഉണ്ണിയായി സൂക്ഷിച്ചു. കൂടി ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. 12ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടോ. അവനെ നയിച്ചത് കർത്താവാണ്. നമ്മുടെ കുഞ്ഞ് ലൈഫിനെ കുറിച്ച് ഇത് പറയുന്നത്. എന്നെ ഈശോ കണ്ടെത്തി. എവിടെ? ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ. നമ്മുടെ ലൈഫ് തന്നെയാണ് ഒരു എംപ്റ്റിനെസ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾ മരുഭൂമിയിലൊക്കെ പോയിട്ടുണ്ടോ? ഭയങ്കര രസമാണ്. മണലല്ലേ? നിങ്ങൾ സ്ക്രീനിലൊക്കെ സിനിമയിലോ അല്ലെങ്കിൽ ടെലിഫിലിമിലോ ഷോർട്ട് ഫിലിംസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും മരുഭൂമി അവസ്ഥ. ചിലർ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടാകാം. ഇത് എന്തോരെയാണെന്ന് അറിയില്ല, ഇതിൻ്റെ അറ്റം എവിടെയാണെന്ന് അറിയത്തില്ല. ഇവിടെ ശൂന്യതയാണ്. ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാം. നമ്മുടെ ലൈഫൊക്കെ പോലെ തന്നെ അവിടെ ആരും കൂട്ടിനില്ല. പക്ഷേ ആ ശൂന്യതയിൽ, ആ മണലാരണ്യത്തിൽ എങ്ങോട്ട് തിരിയണമെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ എന്നെ കണ്ടെത്തി, എന്നെ ചേർത്ത് പിടിച്ച് കണ്ണിലുണ്ണിയായി പരിചരിച്ച് പൊതിഞ്ഞു പിടിച്ച് എനിക്ക് തണലായി എൻ്റെ കൂടെ നിന്ന കർത്താവ്, അവനെ നയിച്ചത് കർത്താവാണ്. നമ്മളെക്കുറിച്ച് നാളെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോൾ, നാളെ ഒരു കാര്യം സക്സസ്ഫുൾ ആകുമ്പോൾ, നാളെ ഒരു കാര്യത്തിന് വിജയം നിങ്ങൾ നേടിത്തഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ലോകം പറയേണ്ട ഒരു സാക്ഷ്യം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, എന്നെ നയിച്ചത് കർത്താവാണ്, മറ്റാരുമല്ല. ഈ ശൂന്യതയിൽ, ഈ മണലാരണ്യത്തിൽ എനിക്കൊരാൾ പോലും കൂട്ടില്ലായിരുന്നു. എന്നിട്ടും ഈ മരുഭൂമിയെ അതിജീവിച്ച് ഒരു പ്രകാശത്തിൻ്റെ സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റിയെങ്കിൽ, ഒരു മരുപ്പച്ച എനിക്ക് കാണാൻ പറ്റിയെങ്കിൽ, എന്നെ നയിച്ചത് കർത്താവാണ്. ഏതൊരു വിജയത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ ഇത് പറയണം. നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയോ? നിങ്ങൾ ഉദ്ദേശിച്ച ജോലി കിട്ടിയോ? നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വപ്നം നിങ്ങൾക്ക് നേടിത്തന്നോ? ഈശോയുടെ മുമ്പിൽ സ്നേഹത്തോടെ, അഭിമാനത്തോടെ പറയണം, എന്നെ നയിച്ചത് കർത്താവാണ്.
ഇതുവരെ നയിച്ച ആ കർത്താവ് എന്നെ നയിക്കുമെന്ന ബോധ്യവും കൂടെ നമ്മുടെ ഉള്ളിൽ വേണം. മൂന്നാമതൊരു വചനം ഇന്ന് രാത്രി നമ്മൾ ഷെയർ ചെയ്യുന്ന അവസാനത്തെ വചനമാണ്. വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അയ്യ ഇത് ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്ന ഒരു വചനമാണ്. യേശയ്യാ പ്രവാചക പുസ്തകത്തിൽ 45-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഈ 3 വചനങ്ങളും കണക്ട് ചെയ്യണം കേട്ടോ. യേശയ്യാ 45-ന്റെ 2 കൂടെ ഇപ്പം വായിക്കുന്നു. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ. നിങ്ങൾ ബൈബിൾ വായിക്കാതെ തന്നെ കുറച്ച് പേര് ഇങ്ങനെ തന്നെ പറയാൻ തുടങ്ങിയെന്നറിയാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് കാണാതെ അറിയാവുന്ന വചനമാണ്. യേശയ്യാ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ മുമ്പിൽ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി എനിക്ക് വെളിച്ചം കാണിക്കുക മാത്രമല്ല, മരുഭൂമിയിൽ എന്നെ കണ്ടെത്തി എന്നെ നയിക്കുക മാത്രമല്ല, എനിക്ക് മുൻപേ പോയി എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം ചിതറിച്ച് എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കാൻ സാധ്യതയുള്ള വാതിലുകളെയൊക്കെ തുറന്നു തരാൻ പറ്റുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ലെന്നല്ല പറയുക. നാളെയും മരുഭൂമി വരാം, നാളെയും ശൂന്യത വരാം, നാളെയും കർത്താവെ വെളിച്ചം കിട്ടാത്ത സമയങ്ങൾ വരാം, നാളെയും മുൻപിൽ ഇരുമ്പ് ഓടാമ്പലുകൾ അടഞ്ഞു കിടക്കുന്നത് കാണാം. വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അട്ടഞ്ഞിങ്ങനെ ഒരു തുറക്കാൻ സാധ്യതയില്ലാത്ത പോലത്തെ വാതിൽ കാണാം. പക്ഷേ ഒറ്റ ബോധ്യം ഈശോയുടെ കുഞ്ഞിന് വേണം, എൻ്റെ മുമ്പേ ഒരാൾ പോകുന്നുണ്ട്. ഈ ഇരുട്ടത്ത് ഞാൻ തപ്പിത്തടയാതെ നേരത്തെ പോയി വെളിച്ചം തെളിയിക്കുന്ന ഒരാൾ. നാളെ മരുഭൂമികൾ വന്നാൽ അവിടെ എന്നെ കണ്ടെത്തി എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാൾ. നാളെ എൻ്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടഞ്ഞു പോയാലും അത് തുറന്നു തരാൻ പറ്റുന്ന ഒരാൾ, അത് തുറന്നു തരാൻ പറ്റുന്ന ഒരാൾ എനിക്കുണ്ടെന്ന്. എന്ത് സങ്കടമാവട്ടെ ഇന്ന് രാത്രി നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, നാളെ പകൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, എന്ത് വലിയ ഭീമാകാരമായ വാതിലുകളാവട്ടെ, ക്യാൻ യു ജസ്റ്റ് ബിലീവ് എൻ്റെ മുമ്പേ ഒരാൾ പോകുന്നുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളുടെ ഉള്ളിലോട്ട് ഈ ബോധ്യം ഒന്ന് നിറഞ്ഞുണ്ടല്ലോ. ഇന്ന് ശാന്തമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. നാളെ കൂടുതൽ ഉണർവോടെ എഴുന്നേക്കാം, മുന്നോട്ട് ജീവിക്കാൻ പറ്റും. കാരണം ഒറ്റയ്ക്കല്ലടോ, എൻ്റെ മുമ്പിൽ ഒരാളുണ്ടെന്നുള്ള ബോധ്യത്തിൽ എന്നെ നയിക്കുന്നത് എൻ്റെ കർത്താവാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങുക. തകർക്കാൻ ആളുകൾ ശ്രമിക്കും, വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ആളുകൾ കൊട്ടിയടയ്ക്കും, ഈ ഉള്ള കുഞ്ഞു വെട്ടത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ആളുകൾ നിൽക്കും. സാഹചര്യങ്ങൾ അങ്ങനെ വന്നേക്കാം. ഈ മരുഭൂമിയിൽ നിങ്ങളെ ഒറ്റക്കിട്ടിട്ട് പോയേക്കാം. കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ശൂന്യത സമ്മാനിച്ച ആളുകൾ പോയേക്കാം. കണ്ണിലൂണ്ടിയാണെന്നൊക്കെ നമ്മളോട് പ്രോമിസ് ചെയ്തിട്ട് കൺമുമ്പിൽ പോലും കാണാതെ മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഈ മരുഭൂമിയിൽ ഈ ശൂന്യത ഓരിയിടുന്ന മണലാലിടത്തിൽ നിന്നെ കണ്ടെത്താനും നിന്നെ സ്നേഹിക്കാനും കണ്ണിലൂണ്ണിയായി പരിചരിച്ച് നിന്നെ മുന്നോട്ട് നയിക്കാനും നിന്റെ മുമ്പിലുള്ള വാതിലുകളെ ചവിട്ടി തുറന്നു തരാനും പറ്റുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഈശോ, ആ ഈശോയെ കണ്ടുകൊണ്ട് ജീവിക്ക്, മുന്നോട്ട് നീങ്ങ്. കർത്താവ് അനുഗ്രഹിച്ചോളും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ 3 വചനത്തിൻ്റെ അഭിഷേകം ഈ മക്കളിലേക്ക് ഈ സമയം അങ്ങ് നിറയ്ക്കണമേ. എല്ലാവിധ പ്രതിസന്ധികളെ, ജീവിതത്തിൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ഈ സമയം അങ്ങ് തുറന്നു കൊടുക്കണമേ. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെടുന്ന മക്കളെ ഈ സമയം അങ്ങ് അനുഗ്രഹിക്കണമേ. ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങളെ കർത്താവ് അങ്ങ് ഏറ്റെടുക്കണമേ. നയിക്കാൻ ആരുമില്ലെന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന മക്കളെ ഈ സമയം അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.